ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് നാസിസത്തെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. നാസിസം ആൻഡ് റൈസ് ഓഫ് ഹിറ്റ്ലർ. നാസിസവും ഹിറ്റ്ലറിന്റെ റൈസും, ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ജർമ്മനിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഐഡിയോളജി ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. നാസിസം ഡെവലപ്ഡ് ആയിട്ടുള്ളത് ജർമ്മനിയിലാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ നാസിസവും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരാളെ പറ്റിയിട്ടുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നാസിസം ആൻഡ് ദി റൈസ് ഓഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻഡ് ദ സ്പ്രിംഗ് ഓഫ് ഫസ്റ്റ് എന്ന ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു കഥയുമായിട്ടാണ്. ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. നമുക്ക് ആ കഥ എന്താണെന്ന് നോക്കാം. In the spring of 1945, a little 11-year-old German boy called Helmut was lying in bed when he overheard his parents discussing something in serious tones. അപ്പം 11 വയസ്സുള്ള ഒരു ഹെൽമത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കുട്ടി അല്ലെ, ആ കുട്ടി ഇങ്ങനെ അവരുടെ പാരന്റ്സ് എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ കേൾക്കാണ്. എന്താണ് അവരുടെ പാരന്റ്സ്, ആ കുട്ടിയുടെ ഹെൽമത്തിന്റെ ഫാദറും മദറും കൂടെ എന്താണ് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ്? ഹിസ് ഫാദർ, a prominent physician, deliberated with his wife whether the time had come to kill the entire family or if he should commit suicide alone. എന്താ ഫാദർ ഡിസ്കസ് ചെയ്യുന്നത്? നമുക്ക് സമയമായിട്ടുണ്ടോ, നമ്മുടെ ഫാമിലി മൊത്തത്തിൽ സൂയിസൈഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ മാത്രം സൂയിസൈഡ് ചെയ്താൽ മതിയോ, അതോ ഫാമിലി മൊത്തത്തിൽ സൂയിസൈഡ് ചെയ്യണോ എന്നുള്ളൊരു ഡിസ്കഷൻ ആണ് അവിടെ പാരന്റ്സ് നടത്തുന്നത്. മനസ്സിലായോ എന്താ പറയുന്നത്? ഹെൽമത്ത് ഇത് ഒളിഞ്ഞു കേൾക്കുകയാണ്. ഫാദർ പറയാണ്, ഞാൻ മാത്രം സൂയിസൈഡ് ചെയ്താൽ മതിയോ, നമുക്ക് ഫാമിലി മൊത്തത്തിൽ സൂയിസൈഡ് ചെയ്യാനുള്ള ടൈം ആയി കഴിഞ്ഞു എന്ന് അവർ ഡിസ്കസ് ചെയ്യുന്നതാണ് ഹെൽമത്ത് കേൾക്കുന്നത്. His father spoke about his fear of revenge, saying, "Now the Allies will do us what we did to the crippled and Jews." എന്താ ഫാദർ പറയുന്നത്? ഇനിയിപ്പം അലീസ് നമ്മളോട് ക്രൂരത ചെയ്യും, നമ്മള് ക്രിപ്പിൾഡ് ആയിട്ടുള്ള ആൾക്കാരോടും, നമ്മൾ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജൂതന്മാരോടും, ജൂതൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരോടും നമ്മൾ ചെയ്തതിന്റെ പകരം അവര് തിരിച്ച് നമ്മളോട് ചെയ്യും. അതിനു മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് സൂയിസൈഡ് ചെയ്യണോ, അതോ നമുക്ക് എൻറ്റയർ ഫാമിലി ആണോ സൂയിസൈഡ് ചെയ്യേണ്ടതെന്നാണ് അവരുടെ പാരന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, the next day he took Helmut to the woods where they spent their last happy time together singing old children's songs. പിറ്റേ ദിവസം എന്താ സംഭവിച്ചത്? ഹെൽമത്ത് അച്ഛനും എന്ത് ചെയ്തു? പുറത്തേക്കൊക്കെ പോയി പാട്ടൊക്കെ പാടി അല്ലെ, അവർ കുറെ നേരം ടൈമൊക്കെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്തു. അത് പക്ഷേ അവരുടെ ആ ഹാപ്പി സ്പെൻഡിങ്ങിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു എന്നാ പറയുന്നേ. എന്നിട്ട് എന്താ അയാൾ ചെയ്തത്? ലേറ്റർ ഹെൽമറ്റ്സ് ഫാദർ ഷോട്ട് ഹിംസെൽഫ് ഇൻ ഹിസ് ഓഫീസ്. ഹെൽമത്തിന്റെ അച്ഛൻ എന്ത് ചെയ്തു? സ്വയമേ എന്ത് ചെയ്തു? വെടിവെച്ചു. ഷോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? സൂയിസൈഡ് ചെയ്തു. ഹെൽമത്തിന്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്തു. Helmut remembers that he saw his father's bloody uniform being burned in the family fireplace. അപ്പം ഹെൽമത്ത് കാണാണ് അച്ഛന്റെ യൂണിഫോം ഒക്കെ എന്ത് ചെയ്യുന്നത്? കത്തിക്കുന്നുണ്ട്. So traumatized was the boy what he had overheard and what had happened. അപ്പം എന്താണ്? ഹെൽമത്ത് വളരെ ട്രോമയല്ലേ. അച്ഛൻ തലേ ദിവസം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് സൂയിസൈഡ് ചെയ്യണോ, ഫാമിലി മൊത്തത്തിൽ സൂയിസൈഡ് ചെയ്യണോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം അച്ഛൻ കുറെ ടൈമൊക്കെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് അച്ഛൻ എന്ത് ചെയ്തു? സൂയിസൈഡ് ചെയ്തു. ആ കുട്ടിയിലെ ചെറിയ 11 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടി ആകെ വിഷമത്തിലായി, ട്രോമയായിപ്പോയി അല്ലെ ആ കുട്ടിക്ക്. യെസ്, that he reacted by refusing to eat at home for the following 9 years. ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഹെൽമത്ത് സ്വന്തം വീട്ടിൽ നിന്നും 9 വർഷം, ലോങ് 9 years എന്ത് കഴിച്ചില്ല? ഫുഡൊന്നും കഴിക്കാതെ, വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ല. കാരണം എന്തുകൊണ്ടാ? സോ ട്രോമാറ്റൈസ്ഡ് അല്ലെ, വളരെ പെട്ടെന്ന് ഭയങ്കര ഒരു ട്രോമ വന്നു അല്ലെ. തലേ ദിവസം അച്ഛൻ ഡിസ്കസ് ചെയ്യുന്നു, പിറ്റേ ദിവസം എന്താ സംഭവിക്കുന്നത്? അച്ഛൻ മരിച്ചു വീഴുക അല്ലെ, അച്ഛൻ സൂയിസൈഡ് ചെയ്യാണ്. എന്തുകൊണ്ടാ? ഹി വാസ് അഫ്രൈഡ് ദാറ്റ് ഹിസ് മദർ മൈഡ് പോയിസൺ ഹിം അല്ലെ. അവിടുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ലോങ് 9 years ഹെൽമത്ത് ഫുഡ് കഴിക്കുന്നില്ല.
ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ പേടിച്ചു, എന്ത്, അമ്മ ഞാൻ ഫുഡ് എങ്ങാനും കഴിക്കുമ്പോ അമ്മ എനിക്ക് പോയിസൺ തന്നു കഴിഞ്ഞാലോ എന്നുള്ളൊരു മരണഭയം കാരണം കുട്ടി എന്ത് ചെയ്തില്ല, അവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ല. സോ ഈ ഒരു സ്റ്റോറിയാണ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെ പറയുന്നത്. എന്താ, ഒന്നുമില്ല, അച്ഛനും മകനും അമ്മയും ഉണ്ട് അല്ലെ, ഫാമിലി പാരന്റ്സ് ഉണ്ട്. ഒരു അച്ഛൻ എന്ത് ചെയ്യാണ്, ആ അച്ഛൻ എന്താ പറയുന്നത്, അവരോട് നമ്മൾ ചെയ്ത ക്രൂരതയ്ക്ക് അവര് നമ്മളോട് തിരിച്ച് ചെയ്യുമോ, അതുകൊണ്ട് ഞാൻ മാത്രം സൂയിസൈഡ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ സൂയിസൈഡ് ചെയ്യണോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. പിറ്റേ ദിവസം അച്ഛൻ സൂയിസൈഡ് ചെയ്യുന്നു. ഹെൽമത്തിന് ഇതാകെ ഒരു ട്രോമയായി. ഹെൽമത്ത് ലോങ് 9 years വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ല. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറിയാണ് ഇൻട്രഡക്ഷൻ. Although Helmut may not have realized all that it meant, his father had been a Nazi and a supporter of Adolf Hitler. അപ്പം ഹെൽമത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു നാസി ബിലീവർ ആയിരുന്നു. ഒരു നാസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ഉള്ള ഒരാളായിരുന്നു. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന അല്ലെ, ലോകം കുലുക്കിയ ഒരാളാണ് അഡോൾഫ് ഹിറ്റ്ലർ അല്ലെ. ആ അഡോൾഫ് ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഹെൽമത്തിന്റെ അച്ഛൻ. ഓക്കെ, Nazism was not one or two isolated acts. It was a system, a structure of ideas about the world and politics. നാസിസം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നില്ല അല്ലെ. അത് ലോകത്തെ തന്നെ കുലുക്കി മറച്ച ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നാസിസം എന്ന് പറയുന്നത്. സോ ആ നാസി ബിലീവർ ആയിരുന്നു ഹെൽമത്തിന്റെ അച്ഛൻ. അദ്ദേഹം അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആളുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലെ, അയാൾക്കൊപ്പമുള്ള അയാളുടെ ഒരു സപ്പോർട്ടർ ആയിരുന്നു ഹെൽമത്തിന്റെ ഫാദർ. ലാസ്റ്റ് എന്താ ചെയ്തത്, സൂയിസൈഡ് ചെയ്തു അല്ലെ, കമ്മിറ്റ് സൂയിസൈഡ്. In May 1945, Germany surrendered to the Allies. അപ്പം 1945 ജർമ്മനി അലീസിന് മുമ്പിൽ സറണ്ടർ ചെയ്യാണ് അല്ലെ. അലീസ് എന്ന് പറയുന്ന അല്ലെ, നിങ്ങൾക്ക് ആക്സിസ് പവർ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും അല്ലെ. 2ാം ലോക മഹായുദ്ധത്തില് അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറില് എന്താണ്, ജർമ്മനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ജർമ്മനി 1945 ജർമ്മനി സറണ്ടർ ടു ദി അലീസ്. Anticipating what was coming, Hitler, his propaganda minister Goebbels and his entire family committed suicide collectively in his Berlin bunker in April. അങ്ങനെ ഹിറ്റ്ലർ എന്ത് ചെയ്യാണ്, ജർമ്മനി 1945 സറണ്ടർ ചെയ്തു. ഹിറ്റ്ലർ എന്ത് ചെയ്യാണ്, സൂയിസൈഡ് ചെയ്യാണെന്നാണ് പറയപ്പെടുന്നത്. Okay, at the end of the war, an international military tribunal at Nuremberg was set up to prosecute Nazi war criminals for crimes against peace. അപ്പം വാർ കഴിഞ്ഞതിന് ശേഷം ആ നാസി വാറില് പങ്കെടുത്തിട്ടുള്ള നാസിയിലെ പാർട്ടിസിപ്പൻസിനൊക്കെ എന്ത് ചെയ്യാണ്, ക്രൈം ചുമത്തിയിട്ട് അല്ലെ, ക്രൈംസ് അഗെയിൻസ്റ്റ് പീസ്, സമാധാനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ ക്രൈംസ് എഗെയിൻസ്റ്റ് പീസ് ആയിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നാസി വാർ ക്രിമിനൽസിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അറ്റ് ദ എൻഡ് ഓഫ് 1945 അല്ലെ. 1945 അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ അല്ലെ. for war crimes and crimes against humanity. ഹ്യൂമാനിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആ വാറില് ഉണ്ടാക്കിയിട്ടുള്ള ക്രൈംസ് അല്ലെ, ആ ഒരു യുദ്ധത്തില് ഒരുപാട് ക്രൈംസ് അവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇൻ ഡീറ്റെയിൽ നമ്മൾ ഈ ചാപ്റ്ററില് പഠിക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ അല്ലെ, ഹ്യൂമാനിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ, അവര് മനുഷ്യന്മാരെ തന്നെ എന്ത് ചെയ്യാണ്, പല കാറ്റഗറി ഓഫ് പീപ്പിൾ ആയിട്ട് ആൾക്കാർ നമുക്കിടയിൽ പല വേർതിരിവ് ഉണ്ടാക്കിയിട്ട് അവർ ആൾക്കാരെ കൊല്ലുകയാണ്. നിങ്ങൾക്ക് ജീവിക്കാൻ റൈറ്റ് ഇല്ല, ഇന്ന് ആര്യൻ ജനറേഷൻ അല്ലെങ്കിൽ ആര്യൻ പീപ്പിൾസിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ജീവിക്കാനുള്ള റൈറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കി ജൂതന്മാരൊക്കെ എന്ത് ചെയ്യാണ്, കൊന്നൊടുക്കുകയാണ് ചെയ്തത്. സോ അത്രയും ക്രൂരമായിട്ടുള്ള ക്രൈംസ് ആണ് ഹിറ്റ്ലർ ചെയ്തിട്ടുള്ളത്. ഹിറ്റ്ലറും ഹിറ്റ്ലറിന്റെ കൂടെയുള്ള സപ്പോർട്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ അല്ലെ, 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്യാണ്. ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിനെ മുഴുവൻ എന്ത് ചെയ്യാണ്, പ്രോസിക്യൂട്ട് ചെയ്യാണ്. Germany's conduct during the war, especially those actions which came to be called
crimes against humanity raised serious moral and ethical questions and invited worldwide condemnation. അപ്പം ഈ ഒരു ജർമ്മനിയിലെ പ്രവൃത്തി ലോകം ഉറ്റുനോക്കുകയാണ് അല്ലെ. ഇത്രയും ക്രൂരമായിട്ടുള്ള, അത്രയും പതറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ലോകത്തെ കുലുക്കി മറിച്ച്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്? നമ്മൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ട് ജർമ്മനിയെ പറ്റി പഠിക്കുകയാണ്, ഹിറ്റ്ലറെ പറ്റി പഠിക്കുകയാണ്. എന്തോ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ലേ മക്കളെ? ഉണ്ടല്ലേ. കാരണം അത്രയും ക്രൂരമായിട്ട് അല്ലെ, ഹ്യൂമാനിറ്റിക്ക് ഭയങ്കര ദോഷമാവുന്ന രീതിയിൽ ഓരോരോ ക്രൈംസ് ചെയ്തിട്ടുള്ള അല്ലെ, ക്രൈം സീക്വൻസസ് ഓഫ് അത്രയും ക്രൂരമായിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു സിഗ്നിഫിക്കൻസ്, ആ ഒരു ഇമ്പോർട്ടൻസിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് തന്നെ അല്ലെ. അങ്ങ് ജർമ്മനിയിൽ നടന്ന കാര്യം നമ്മൾ ഇവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം എന്താണ്, മനുഷ്യന്മാരെ കൊല്ലുന്ന അത്രയും ഭീകരമായിട്ടുള്ള ക്രൈംസ് ആണ് അല്ലെ. സോ അതാണ് crimes against humanity raise serious moral and ethical questions and invited worldwide condemnation. Okay. Under the shadow of the Second World War, Germany had waged a genocidal war. ഈ ടേം നിങ്ങൾ ഓർത്തു വെക്കണം, genocidal war, which resulted in the mass murder of selected groups of innocent civilians of Europe. എന്താ ചെയ്യുന്നത്? ജീനോസിഡൽ വാർ. സിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മക്കളെ കൊല്ലുക എന്നാണ് അർത്ഥം. അപ്പം ജീനോസിഡൽ വാറിൽ എന്താ അവർ ചെയ്തത്? സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്? കൊന്നുകളയാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതാണ് അണ്ടർ ദ ഷാഡോ ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാർ തകൃതിയായിട്ട് നടക്കുന്ന ആ ഒരു സമയത്ത് അതിന്റെ ഒരു ഷാഡോയിൽ നിന്നിട്ട് എന്ത് ചെയ്യാണ്? സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കൊന്നുകളയാണ്. ദാറ്റ് ഈസ് ജീനോസിഡൽ വാർ. Okay, which resulted in the mass murder of അല്ലെ, ഒരു കൂട്ടം ആൾക്കാർ അല്ലെ, ഇഷ്ടം പോലെ ആൾക്കാരെ എന്ത് ചെയ്ത ആളുകളാണ്? കൊന്നുകളയാണ്. കോൺസെൻട്രേഷൻ ഗ്യാസ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാട്ടോ നമുക്കത്. which resulted in the mass murder of selected groups of innocent civilians of Europe. യൂറോപ്പിലെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യാണ്? കൊന്നൊടുക്കുകയാണ് ചെയ്തത്. The number of people killed included 6 million Jews. മക്കളെ, എത്ര ആൾക്കാരെ കൊന്നൊടുക്കി, എത്ര ജൂതന്മാരെ കൊന്നൊടുക്കി എന്ന കണക്കുകൾ കാണിക്കുന്നത്? 6 million Jews. ഒരു മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷമാണ് അല്ലെ, 10 lakh. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 6 million ജൂതന്മാരല്ലെ, ജൂതവംശത്തിൽ പെട്ടിട്ടുള്ള 6 മില്യൺ ആൾക്കാരെയാണ് കൊന്നത്. ഓക്കെ, അത്രയും ലോങ് ആയിട്ടല്ലേ, യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ആ ജൂതന്മാര് ഈ ലോകത്തിൽ ജീവിക്കാൻ അർഹരല്ല എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരെ മുഴുവൻ എന്ത് ചെയ്യാണ്? ഹിറ്റ്ലർ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. The number of people killed included 6 million Jews. എത്രയാണ്? 2 lakh gypsies, 1 million Polish civilians, 70,000 Germans who were considered mentally and physically disabled. ജർമൻസിനെ തന്നെയും അല്ലെ, എല്ലാ ആൾക്കാരെയും കൊന്നൊടുക്കുകയാണ്. 6 million Jewsനെ കൊന്നു, 2 lakh ജിപ്സീസിനെ കൊന്നു, 1 million പോളിഷ് സിവിലിയൻസിനെ കൊന്നു, 70,000 ജർമൻസ്, ഈവൻ ജർമൻസിനെ കൊന്നുകളയാണ്, സ്വന്തം നാട്ടിലുള്ള ആൾക്കാരെ കൊന്നുകളയാണ്. എന്ത് പറഞ്ഞിട്ട്? അവർക്ക് ഫിസിക്കലിയോ മെന്റലിയോ എന്തെങ്കിലും ഒരു പ്രശ്നം, അവർ ഡിസേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ അവരെ കൊന്നുകളയാണ്. ഓക്കെ, അത്രയും ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഭീകരമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെ സെക്കൻഡ് വേൾഡ് വാറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 1 million Polish civilians, 70,000 Germans who were considered mentally and physically disabled, besides ഇൻന്യൂമറബിൾ പൊളിറ്റിക്കൽ ഓപ്പണൻസ്. അവരുടെ രാഷ്ട്രീയപരമായിട്ട് അല്ലെ, പൊളിറ്റിക്കലി അവർക്ക് ആരൊക്കെയാണോ ഓപ്പണൻസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയപരമായിട്ട് അല്ലെ പൊളിറ്റിക്കലി ഒത്തുചേരാത്ത ആൾക്കാരെ അവര് കൊന്നുകളയാണ് ചെയ്തത് അല്ലെ. നമ്പർ ഓഫ്, അതിന്റെ കണക്കുകൾ അവൈലബിൾ അത്രയും ഉണ്ട് അല്ലെ. ബിസൈഡ്സ് ഇൻന്യൂമറബിൾ പൊളിറ്റിക്കൽ ഓപ്പണൻസിനെ എന്ത് ചെയ്തു? കിൽ ചെയ്തു, കൊന്നുകളഞ്ഞു അല്ലെ. എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ ഈ നമ്പേഴ്സ് പറയുന്നത്. 6 million എന്ന് പറയുമ്പം അല്ലെ 6-10 ലക്ഷങ്ങളാണ് അല്ലെ. അത്രയും ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ദാക്ഷിണ്യവും കൂടാതെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. എന്തിന്റെ പേരില്? നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള റൈറ്റ് ഇല്ല, ആര്യന്മാർക്ക് മാത്രമേ ജീവിക്കാനുള്ള റൈറ്റ് ഉള്ളൂ, ബാക്കി ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാനുള്ള റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരെ കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്.
Okay, Nazis devised an unprecedented means of killing people, that is by gassing them in various killing centers like Auschwitz. അപ്പം എങ്ങനെയാണ് കൊല്ലുന്നത് മക്കളെ? എങ്ങനെയാണ് കൊല്ലുന്നത്? ഗ്യാസിംഗ് ദം അല്ലെ, ഗ്യാസിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് അവരെ കൊന്നുകളയാണ്, ശ്വാസം കിട്ടാതെ അല്ലെ. The Nuremberg Tribunal sentenced only 11 leading Nazis to death. ലാസ്റ്റ് എല്ലാത്തിലും പരാജയപ്പെട്ട സമയത്തും നാസീസിലെ 11 അവരെ ലീഡ് ചെയ്തിട്ടുള്ള 11 ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? കൊന്നിട്ടുള്ളൂ അല്ലെ. തിരിച്ച് അവരോട് ചെയ്തതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് നിസാരമായിട്ടുള്ള നമ്പറാണ് അല്ലെ. 6 million എന്നൊക്കെ പറയുമ്പോൾ അത്രയും ലാർജ് ആണ് അല്ലെ. പക്ഷെ തിരിച്ച് ഇവർക്ക് എന്താ ചെയ്തിട്ടുള്ളത്? ഓൺലി 11 ലീഡിംഗ് നാസീസിനെ മാത്രമേ ഡെത്തിലേക്ക് വിട്ടിട്ടുള്ളൂ. മെനി അതേഴ്സ് വെർ ഇംപ്രിസൺഡ് ഫോർ ലൈഫ്. ബാക്കിയുള്ള ആൾക്കാരെ, കുറെ ആൾക്കാരൊക്കെ ലൈഫ് ലോങ് അല്ലെ, ജീവപര്യന്തത്തിന് വിധിക്കുകയാണ്. ഇംപ്രിസൺഡ് ഫോർ ലൈഫ്. The retribution did come, yet the punishment of the Nazis was far short of the brutality and extent of their crimes. അല്ലെ, അവർ ചെയ്തിരിക്കുന്ന ക്രൈംസിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അത്രയും ആൾക്കാരെ ഒരു കാരണവുമില്ലാതെ അല്ലെ, അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ല അല്ലെങ്കിൽ അവരെ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊന്നൊടുക്കിയിട്ടും അത്രയും ബ്രൂട്ടാലിറ്റി കാണിച്ചിട്ടും അവർക്ക് തിരിച്ചു കിട്ടിയ പണിഷ്മെന്റ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. The Allies did not want to be as harsh on defeated Germany as they had been after the First World War. Okay, അവർക്ക് അലീസിന് അപ്പം വേൾഡ് വാർ കഴിഞ്ഞു, ജർമ്മനി പരാജയപ്പെട്ടു. അപ്പം അലീസിന് ആ ഫസ്റ്റ് വേൾഡ് വാറിൽ ജർമ്മനി ഒരുപാട് നാശനഷ്ടങ്ങൾ, അല്ലെങ്കിൽ ജർമ്മനിക്കാണ് അല്ലെ വാർഗിൽട്ട് മുഴുവൻ. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് അല്ലെ 1914 to 1919 ആ ഒരു കാലഘട്ടത്തില് 1914 to 1919 ആ സമയത്ത് നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ട്രിപ്പിൾ എൻറ്റിറ്റി ആൻഡ് ട്രിപ്പിൾ അലീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അവിടെ ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് ഉണ്ടായിരുന്നു. ഇങ്ങേ ഭാഗത്ത് ആരായിരുന്നു? ജർമ്മനി ഉണ്ടായിരുന്നു, ഇറ്റലി ഉണ്ടായിരുന്നു, ഓസ്ട്രിയ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ലാസ്റ്റ് അമേരിക്ക ഈ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കൂടെ ഒക്കെ പോയ സമയത്ത് വേൾഡിന്റെ മൊത്തം ഉത്തരവാദിത്തം, അതായത് വാറിന്റെ മൊത്തം ഉത്തരവാദിത്തം ആരെ കയ്യിലായി പോയി? ജർമ്മനിക്കായി. എല്ലാ ആൾക്കാരും വാർഗിൽട്ട് ജർമ്മനിക്ക് കൊടുത്തു. ജർമ്മനിക്ക് വലിയ നഷ്ടങ്ങൾ വന്നു. അങ്ങനെയാണ് ജർമ്മനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫേസിലേക്ക് പോകുന്നത്. ആ വേൾഡ് വാറിന്റെ മൊത്തം ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി വാർഗിൽട്ട് മുഴുവൻ ജർമ്മനിയുടെ തലയിലായി. ഓക്കെ, അപ്പം അതിനുശേഷം ജർമ്മനി എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തത്? ആ ഒരു സമയം അല്ലെ, ആ കറക്റ്റ് ടൈം എങ്ങനെയാണ് ഹിറ്റ്ലർ വന്നിട്ട് അവിടെ ഇന്റർഫിയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ജർമ്മനിയെ എന്ത് ചെയ്താൻ പറ്റില്ല? ആ ഡിഫീറ്റഡ് ജർമ്മനിയെ അത്രത്തോളം ഹാർഷായിട്ട് കാണാൻ വേണ്ടി പറ്റിയില്ല. Everyone came to feel that the rise of Nazi in Germany could be partly traced back to the German experience at First World War. അപ്പം ഫസ്റ്റ് വേൾഡ് വാറുമായിട്ടുള്ള ജർമ്മനിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. Birth of the Weimar Republic. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വെയ്മാർ റിപ്പബ്ലിക് എങ്ങനെയാണ് വന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെയ്മാർ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ അല്ലെ, 1919 ആവുന്ന സമയത്ത്, ഓൾമോസ്റ്റ് ആ സമയം ആവുന്ന സമയത്ത് ഫസ്റ്റ് വേൾഡ് വാർ കഴിയാണ്. എന്നിട്ടോ വെയ്മാർ റിപ്പബ്ലിക് വരെയാണ് ജർമ്മനിയിൽ. നോക്കാം. ജർമ്മനി, a powerful empire in the early years of the 20th century, fought the First World War, അതായത് 1914-1918 alongside the Austrian Empire and against the Allies. അലീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞൂല്ലേ, നേരത്തെയും പറഞ്ഞു, ജർമ്മനി, ഇറ്റലി ഒക്കെ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വേൾഡ് വാറിൽ എഗെയിൻസ്റ്റ് ആയിട്ട് ഇംഗ്ലണ്ട്, അതായത് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് റഷ്യ അല്ലെ. അപ്പം ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ജർമ്മനി ഫൈറ്റ് ചെയ്തത്. ലാസ്റ്റ് ടൈമിലായപ്പം 1918 ഒക്കെ പറയും. അപ്പം ആ 1918 കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമേരിക്ക വന്നിട്ട് ആരുടെ കൂടെ ചേരുകയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യന്റെ കൂടെ ചേരുന്ന സമയത്ത് അവർക്ക് വിക്ടറി ഉണ്ടാവുകയാണ്. അവസാനം ഈ വാറ് കാരണം ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്കും എല്ലാത്തിനെയും ഉത്തരവാദിത്വം
ഉത്തരവാദിത്തം ആരുടെ തലയിലാവുകയാണ് ചെയ്യുന്നത്? ജർമ്മനിയുടെ തലയിൽ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു വാറ് കഴിഞ്ഞു. ജർമ്മനി ഒരു പവർഫുൾ എംപയർ ആയിരുന്നു. early years of the 20th century fought the First World War alongside the Austrian Empire and against Allies. അലീസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ജർമ്മനി അല്ലെ ഓസ്ട്രിയൻ എംപയറുടെ കൂടെ നിന്നിട്ട് അലീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തു. All joined the war enthusiastically, hoping to gain from a quick victory. അപ്പം എല്ലാ ആൾക്കാരും യുദ്ധത്തില് എന്ത് കണ്ടിട്ടാണ് യുദ്ധത്തിന് കൂടിച്ചേർന്നത്? ഇവരൊക്കെ ഈ വാറിന് വേണ്ടി മുതിർന്നത് എന്താണ്? ആ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നു, യുദ്ധം കഴിയുന്നു, വിക്ടറി കിട്ടുന്നു അല്ലെ, പെട്ടെന്നൊരു സക്സസ് കിട്ടും എന്നുള്ള രീതിയിലാണ് അവര് യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടത്. പക്ഷെ യുദ്ധം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് യുദ്ധം അവസാനിക്കുന്നില്ല. യുദ്ധം തുടങ്ങിപ്പോവുകയും ചെയ്തു, യുദ്ധം അവസാനിക്കുന്നില്ല. യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോങ് ഇയേഴ്സ് അല്ലെ, 4 to 5 years ഇങ്ങനെ യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്തത്. Little did they realize that the war would touch on eventually draining Europe of all its resources. അല്ലെ, ഒരു യുദ്ധകാലഘട്ടം നടന്നു കഴിഞ്ഞാൽ അവിടെ വേറെ ഒന്നും നടക്കില്ല അല്ലെ, യുദ്ധം മാത്രമായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പം അവിടെ റിസോഴ്സസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ, എല്ലാ റിസോഴ്സസിനും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെ, ഫുഡ് ആണെങ്കിലും അല്ലെ, ഫുഡ് പ്രൊഡക്ഷൻ നടക്കണ്ടേ, കൃഷി ചെയ്യണ്ടേ, ഇതിനൊന്നും അല്ല അവിടെ പ്രൈമറി ഇമ്പോർട്ടൻസ് യുദ്ധം നടക്കുന്ന സമയത്ത് വാറിന് വേണ്ടി കൊടുത്തു. ഇവരെന്ത് വിചാരിച്ചിട്ടാ വാറിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്? ഒരു യുദ്ധമുണ്ട്, ആ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് വിക്ടറി അല്ലെ, പെട്ടെന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞ് വിക്ടറി ആയിട്ട് പോരാമെന്ന് വിചാരിച്ചു. പക്ഷേ യുദ്ധം തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് യുദ്ധം എന്ന് പറയുന്നത് നാശനഷ്ടങ്ങളുടെ അല്ലെ, ഫസ്റ്റ് വേൾഡ് വാർ ആണ്, നാശനഷ്ടങ്ങളുടെ ഒരു വലിയൊരു നീണ്ട നിരയായിരുന്നു. ഉള്ള റിസോഴ്സസ് മുഴുവൻ ഉപയോഗിച്ചു കഴിഞ്ഞു അല്ലെ, റിസോഴ്സസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല, ഉള്ള റിസോഴ്സസ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻച്വലി ഡ്രെയിനിങ് യൂറോപ്പ് of all its resources അല്ലെ, യൂറോപ്പിന്റെ കംപ്ലീറ്റ് റിസോഴ്സസും നമ്മൾ ഓൾമോസ്റ്റ് എടുത്തു കഴിഞ്ഞു. ജർമ്മനി മെയ്ഡ് ഇനീഷ്യൽ ഗെയിൻസ് ബൈ ഓക്യുപ്പൈങ് ഫ്രാൻസ് ആൻഡ് ബെൽജിയം. അപ്പം ഈ ഒരു വാർ തുടങ്ങിയ തുടക്ക സമയത്ത് ജർമ്മനിക്ക് വാറിൽ കുറച്ച് അഡ്വാൻസ്മെന്റ് ഒക്കെ ഉണ്ടായി അല്ലെ. ഫ്രാൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? ജർമ്മനി യുദ്ധത്തിൽ നിന്നു, ഫ്രാൻസ് കീഴടക്കി, ഫ്രാൻസിനെയും കിട്ടി, ബെൽജിയത്തിന്റെ ഒക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ജർമ്മനി സ്വന്തമാക്കി. ഇനീഷ്യൽ ഗെയിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധാവസാനമായ സമയത്ത് ജർമ്മനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. Okay, however, the Allies, strengthened by the US entry in 1917, won, defeating Germany and the Central Powers in November 1918. November 1918 അല്ലെ, 1918 കഴിഞ്ഞു. ആ ഒരു 1918 നവംബറില് എന്താ സംഭവിക്കുന്നത്? ഇനീഷ്യൽ ടൈമില് ജർമ്മനി ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് യുദ്ധം നടത്തുന്നത്? അലീസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അല്ലെ. അലീസ് എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, റഷ്യ ഉണ്ട്. അപ്പം ഇവരുടെ കൂടെ എന്ത് ചെയ്യാണ്? US കൂടിച്ചേരുന്ന സമയത്ത് അലീസ് എന്ത് ചെയ്യാണ്? ജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് നോക്കുന്ന സമയത്ത് അലീസ് ജയിച്ചു, ജർമ്മനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. The defeat of Imperial Germany and the abdication of the emperor gave an opportunity to parliamentary parties to recast German polity. അപ്പം ജർമ്മനി പരാജയപ്പെട്ടു. അങ്ങനെ ജർമ്മനി പരാജയപ്പെട്ടിട്ട് അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ടു. അവിടെ എന്ത് വരികയാണ്? ഒരു പാർലമെന്ററി സിസ്റ്റം ജർമ്മനിയിൽ വരികയാണ്. ഓക്കെ, ജർമ്മനി ആഫ്റ്റർ ഡിഫീറ്റ് പരാജയത്തിന് ശേഷം, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ജർമ്മനിയിൽ ഒരു പാർലമെന്ററി സിസ്റ്റം വരികയാണ്. അതാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. നമ്മൾ എന്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്? വീമർ റിപ്പബ്ലിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. വീമർ റിപ്പബ്ലിക്കിനെ പറ്റിയിട്ട് പഠിക്കുന്നത്. A national assembly met at Weimar and established a democratic constitution with a federal structure. അപ്പം വേൾഡ് വാർ കഴിഞ്ഞു, ജർമ്മനി പരാജയപ്പെട്ടു. അതിനുശേഷം ജർമ്മനിയിൽ ഉയർന്നു വരുന്നതാണ് വീമർ റിപ്പബ്ലിക് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജർമ്മനിയിൽ എന്ത് വരികയാണ്? ഒരു ഡെമോക്രസി വരികയാണ് അല്ലെ. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരികയാണ്. അതിൽ ഫെഡറലിസത്തിന്റെ കുറച്ച് പോയിന്റ്സ് അല്ലെ. അതായത് ഫെഡറലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ അർത്ഥം എന്താ? ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 or more ലെവൽസിലായിട്ടായിരിക്കും ഭരണം പോകുന്നുണ്ടാവുക അല്ലെ. പവർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 2 or more ലെവൽസ് ആയിട്ട്, അങ്ങനെ ഫെഡറലിസം ആയിട്ട് ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരികയാണ് ഇവിടെ വീമറിൽ. ഓക്കെ, സോ
ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ വരുന്നതാണ് ഈ ഒരു വീമർ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. Deputies were now elected to the German parliament or Reichstag. അപ്പം ജർമ്മൻ പാർലമെന്റിലേക്ക് എന്ത് ചെയ്യാണ്, അതിനകത്തേക്ക് ആൾക്കാരൊക്കെ എലക്ട് ചെയ്യാണ് അല്ലെ, ഭരിക്കാനുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാണ്, ഡെപ്യൂട്ടീസിനൊക്കെ എന്ത് ചെയ്യാണ്, എലക്ഷൻ വഴി ഡിസൈഡ് ചെയ്യാണ് ഓൺ ദ ബേസിസ് ഓഫ് equal and universal votes cast by all adults including women. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. അപ്പം ജർമ്മനി ഫസ്റ്റ് വേൾഡ് വാറിൽ പരാജയപ്പെട്ടു. അവിടെ ഒരു വീമർ റിപ്പബ്ലിക് വരികയാണ്. ആ റിപ്പബ്ലിക്കില് ആൾക്കാരെ നമ്മള് കാസ്റ്റ് ചെയ്യാണ് അല്ലെ, വോട്ട് കൊടുത്തിട്ട് കാസ്റ്റ് ചെയ്യാണ്. ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? എല്ലാ ആൾക്കാർക്കും അല്ലെ, യൂണിവേഴ്സൽ ആയിട്ട് എല്ലാ ആൾക്കാർക്കും കാസ്റ്റ് ചെയ്യാൻ പറ്റും അവരവരുടെ വോട്ട്, ഈവൻ സ്ത്രീകൾക്ക് പോലും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. ലാൻഡ് ഓൺ ചെയ്യാത്ത ആൾക്കാർക്ക് അല്ലെ, സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്ത ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെ, വീമർ റിപ്പബ്ലിക് വരുന്ന സമയത്ത് ആർക്കാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? യൂണിവേഴ്സൽ വോട്ടിംഗ് സിസ്റ്റം ആണ് അല്ലെ, ഈക്വൽ ആൻഡ് യൂണിവേഴ്സൽ വോട്ടിംഗ് സിസ്റ്റം ആണ്. എല്ലാ ആൾക്കാർക്കും വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റി, ഇൻക്ലൂഡിങ് വിമൻ. അതാണ് അവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. This republic, however, was not received well by its own people, largely because of the terms it was forced to accept after defeat of Germany at the end of First World War. പക്ഷേ എന്താ ഇവിടെ സംഭവിച്ചേ? വീമർ റിപ്പബ്ലിക് വന്നു, ആൾക്കാരൊക്കെ വോട്ട് ചെയ്തു, എലക്ട് ചെയ്തു, ആൾക്കാർ ഡെപ്യൂട്ടീസിനൊക്കെ സെലക്ട് ചെയ്തു. പക്ഷെ എന്താ സംഭവിച്ചത്? ആൾക്കാരുടെ ഇടയിൽ തന്നെ ഇതിനൊരു വലിയൊരു വലിയൊരു സ്ഥാനം കിട്ടിയിട്ടില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു, ജർമ്മനി തോറ്റുപോയി അല്ലെ. ജർമ്മനി തോറ്റു. അപ്പം തോറ്റു കഴിഞ്ഞാല് എന്താണ്, ജയിച്ചു പറയുന്ന രാജ്യങ്ങളുമായിട്ട് സന്ധികൾ അല്ലെ, കരാറ്. ജർമ്മനി എന്നുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തുണ്ടാവണം? ബാക്കിയുള്ള കൺട്രീസ് അല്ലെ, അലീസ് പറയുന്ന കാര്യങ്ങൾ വേണം ജർമ്മനി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ജയിച്ച കൺട്രീസ് കുറച്ച് സന്ധികളും നിബന്ധനകളൊക്കെ കൊണ്ടുവരും. ആ സന്ധികളും നിബന്ധനകളും ഒക്കെ ആൾക്കാരെ ചൊടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ ആൾക്കാരെന്താ വിചാരിച്ചത്? ഇവിടെ ഒരു പാർലമെന്ററി സിസ്റ്റം അല്ലെങ്കിൽ വീമർ റിപ്പബ്ലിക് വന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വന്നത്. ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ലായിരുന്നു എങ്കിൽ നമുക്ക് വരില്ലായിരുന്നു എന്നുള്ള ഒരു തോട്ടാണ് ആൾക്കാർ ചിന്തിച്ചത്. പക്ഷെ ആക്ച്വലി അത് വീമർ റിപ്പബ്ലിക് അതിന്റെ പ്രശ്നം കൊണ്ടല്ല അത് പ്രശ്നം പറ്റിയത്. എന്തുകൊണ്ടാണ്? ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെട്ടതാണ് അവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. പക്ഷെ ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ടുള്ളത് വീമർ റിപ്പബ്ലിക് വന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സഫറിങ്സ് വന്നത് എന്നാണ് ആൾക്കാർ തോട്ട് ചെയ്തത്. This republic, however, was received well by its own people largely. എന്തുകൊണ്ടാ? Because of the terms it was forced to accept. വീമർ റിപ്പബ്ലിക് അവര് സ്വയമേ എടുത്ത തീരുമാനങ്ങളല്ല അല്ലെ, അവര് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് അല്ലെ. ജയിച്ച രാജ്യങ്ങൾ പറയുന്നത് ചെയ്യാൻ അവര് ബാധ്യസ്ഥരാണ് അല്ലെ, അവർ നിർബന്ധിതരാണ്. They were forced to accept after defeat of Germany at the end of the First World War. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ സമയത്ത് ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. The peace treaty at Versailles with the Allies was a harsh and humiliating peace അല്ലെ. അപ്പം ലാസ്റ്റ് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു, ഒരു പീസ് ട്രീറ്റി അല്ലെ, ഒരു സമാധാന ഉടമ്പടിയൊക്കെ അല്ലെ, ആ ഒരു സംഭവം. പക്ഷെ അലീസുമായിട്ടുള്ള ആ ഒരു പീസ് ട്രീറ്റി എന്ന് പറയുന്നത് ഒരു ഹ്യൂമിലിയേറ്റിംഗ് പീസ് ആയിരുന്നു അല്ലെ. തോറ്റ രാജ്യത്തോടുള്ള ഒരു ഹ്യൂമിലിയേറ്റിംഗ് പീസ് ആയിരുന്നു. ജർമ്മനി ലോസ്റ്റ് ഇറ്റ്സ് ഓവർസീസ് കോളനീസ്. എന്തൊക്കെ കാര്യങ്ങളാണ് ജർമ്മനിക്ക് നഷ്ടപ്പെട്ടത്? ഒന്നാം മഹായുദ്ധം, ഒന്നാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിന്റെ തോൽവിക്ക് ശേഷം ജർമ്മനിക്ക് എല്ലാം നഷ്ടപ്പെടുകയാണ് അല്ലെ. നോക്കൂ നിങ്ങള്, ജർമ്മനി ലോസ്റ്റ് ഇറ്റ്സ് ഓവർസീസ് കോളനീസ് അല്ലെ. ജർമ്മനിക്ക് ഒരുപാട് കോളനീസ്, ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയിരുന്നില്ലേ, അതുപോലെ ജർമ്മനിക്കും ഒരുപാട് കോളനീസ് ഉണ്ടായിരുന്നു. ആ കോളനീസ് ഒക്കെ ജർമ്മനിക്ക് നഷ്ടപ്പെട്ടു. A tenth of its population. യുദ്ധമാണ്, ആൾക്കാരെ നഷ്ടപ്പെട്ടു അല്ലെ. അപ്പം 10th of the population അല്ലെ, 1/10 പോപ്പുലേഷനും നഷ്ടപ്പെട്ടു, ജനസംഖ്യ കുറഞ്ഞു. 13% ഓഫ് ഇറ്റ്സ് ടെറിട്ടറീസ്, അതിന്റെ ജർമ്മനിയുടെ തന്നെ ടെറിട്ടറീസ് 13% നഷ്ടപ്പെടുന്നുണ്ട്.
പിന്നെയോ 75% ഓഫ് ഇറ്റ്സ് അയേൺ എന്ന് പറയുന്ന സാധനം അല്ലെ, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. ആ കാലഘട്ടത്തിൽ അയൺ ഒക്കെ ഭയങ്കര അവരുടെ ഒരു രാജ്യത്തിന്റെ എന്താണ് ഒരു പവർ കാണിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അയേൺ ഒരു കൺട്രിയിൽ ഇത്ര അയേൺ ഉണ്ട് അല്ലെങ്കിൽ അത് എന്ന് പറയുന്നത് അതിന്റെ 75% അല്ലെ, 1/4 അയേണും നഷ്ടപ്പെട്ടു. പിന്നെയോ 26% ഓഫ് ഇറ്റ്സ് കോൾ ടു ഫ്രാൻസ്, പോളണ്ട്, ഡെൻമാർക്ക് ആൻഡ് ലിത്വാനിയ. അപ്പം ബാക്കിയുള്ള രാജ്യത്തിന് വേണ്ടിയിട്ട് ജർമ്മന്റെ അയേൺ സപ്ലൈ അല്ലെങ്കിൽ കോൾ സപ്ലൈ, ജർമ്മനിയുടെ കോളനീസ് പോയി, ജർമ്മനിയുടെ 13% ടെറിട്ടറി പോയി അല്ലെ. അങ്ങനെ മൊത്തത്തില് ജർമ്മനിക്ക് ഒരുപാട് നഷ്ടങ്ങള് സമ്മാനിച്ചതായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. പക്ഷെ ലോകരാജ്യങ്ങൾ എങ്ങനെയാ ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് ഇടപെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിച്ചു വാറാണ് അല്ലെ, സിമ്പിൾ ആയിട്ട് പോവാം, എല്ലാം കഴിഞ്ഞിട്ട് വിക്ടറിയുമായിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ എന്താ സംഭവിച്ചത്? മൊത്തം റിസോഴ്സസും കാലിയായി അല്ലെ, എല്ലാം പോയി അല്ലെ, കയ്യിലുള്ള മൊത്തം സാധനങ്ങളും പോയി. എല്ലാ ആൾക്കാർക്കും നാശനഷ്ടങ്ങൾ മാത്രം വിതച്ചിട്ടാണ് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞത്. അപ്പം ജർമ്മനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു അല്ലെ, കോളനീസ് നഷ്ടപ്പെട്ടു, അവരുടെ പോപ്പുലേഷൻ അല്ലെ. ഒരു രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ജനസംഖ്യയാണ്. ആ ജനസംഖ്യ നഷ്ടപ്പെട്ടു, അതിന്റെ ടെറിട്ടറീസ് നഷ്ടപ്പെട്ടു, അയേൺ ആൻഡ് കോൾ കണ്ടന്റ് ഒക്കെ നഷ്ടപ്പെട്ടു അല്ലെ. അപ്പം ഇങ്ങനെയാണ് ഫസ്റ്റ് വേൾഡ് വാർ ജർമ്മനിക്ക് കൊടുത്ത സമ്മാനം എന്ന് പറയുന്നത്. ദ അലീഡ് പവേഴ്സ് ഡീമിലിറ്ററൈസ്ഡ് ജർമ്മനി. ഓക്കെ, അത് ഒരു രാജ്യത്തിന്റെ ഇത്രയും കാര്യങ്ങൾ ജർമ്മനിക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ കൂടെ തന്നെ അല്ലെ മിലിറ്ററി, നമ്മളുടെ ഒരു രാജ്യത്തിന്റെ അല്ലെ സൈനിക അല്ലെങ്കിൽ മിലിറ്ററി പവർ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഏറ്റവും സ്ട്രോങ്, ആ രാജ്യത്തിന്റെ ഒരു പവർ കാണിക്കുന്ന സംഭവം തന്നെയാണ് അല്ലെ. മിലിറ്ററി പവർ എന്ന് പറയുന്നത് അലീസ് എന്ത് ചെയ്തു? ഡീമിലിറ്ററൈസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ഡി എന്ന് എവിടെ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് റിമൂവൽ. ഡി എന്ന് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് റിമൂവൽ എന്നാണ് അർത്ഥം. അപ്പം ആ ഒരു ഡീമിലിറ്ററൈസ്ഡ് ജർമ്മനി അല്ലെ, ജർമ്മനിയിൽ അങ്ങനെ ആയുധത്തിന്റെ അല്ലെങ്കിൽ മിലിറ്ററി സർവീസസ് ഒക്കെ അലീസ് അല്ലെ എന്ത് ചെയ്തു? ഈ ബ്രിട്ടൻ, ഫ്രാൻസ് ഒക്കെ എന്ത് ചെയ്തു? ഡീമിലിറ്ററൈസ് ചെയ്തു ടു വീക്കൻസ് ഇറ്റ്സ് പവർ. അപ്പം ജർമ്മനിക്ക് ഒന്നുമില്ല, ആൾക്കാരും ഇല്ല, മിലിറ്ററി സർവീസസും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രോസ്പെറിറ്റി ഒന്നും ഇല്ലാണ്ടായിപ്പോയി അല്ലെ. The Wargil Coast held Germany responsible for the war and damages the allied countries suffered. അപ്പം ഈ അലീഡ് കൺട്രീസിനൊക്കെ ഉണ്ടായിട്ടുള്ള ഡാമേജസ്, അതുപോലെ തന്നെ യുദ്ധത്തിന്റെ കാരണം അല്ലെ, ഈ ഒരു യുദ്ധം ഉണ്ടാവാൻ കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ജർമ്മനി മാത്രമാണ് എന്നുള്ള രീതിയിലാണ് പിന്നെ പോയത് അല്ലെ. അതുകൊണ്ടാണ് ഈ ഒരു പീസ് ട്രീറ്റിയിലൊക്കെ ജർമ്മനി ഇൻവോൾവ് ആയിട്ട് വരുന്നത്. അപ്പം യുദ്ധം കഴിഞ്ഞപ്പോഴാണ് എല്ലാ കുറ്റങ്ങളും ജർമ്മനിയുടെ തലയിലാവുകയാണ്. ജർമ്മനിയാണ് യുദ്ധത്തിന് കാരണം, ജർമ്മനി കാരണമാണ് എല്ലാം ജർമ്മനിയുടെ തലയിലായിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതിന്റെ ഭാഗമായിട്ട് ജർമ്മനിക്ക് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. അതും നമ്മൾ മനസ്സിലാക്കണം. Germany was forced to pay compensation amounting to 6 billion pound. അപ്പം അത്രയും വലിയൊരു എമൗണ്ട് ജർമ്മനി എന്ത് ചെയ്യണമായിരുന്നു? ഒരു കോമ്പൻസേഷൻ അല്ലെ. നമ്മൾ എന്തായാലും ഇപ്പം നമുക്ക് റോഡിൽ പോകുമ്പോൾ, നമ്മൾ വണ്ടി എടുത്ത് റോഡിൽ കൂടി പോകുമ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നമ്മുടെ ഭാഗത്തുള്ള ഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഒരു വാർ നടന്നു, ആ യുദ്ധത്തിന്റെ കാരണം മുഴുവൻ ജർമ്മനിയാണ് എന്ന് പറഞ്ഞിട്ട് ജർമ്മനി എന്ത് ചെയ്യാണ്? ഒരു കോമ്പൻസേഷൻ എമൗണ്ട് കൊടുക്കുകയാണ് അല്ലെ, അത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കുകയാണ്. ദ അലീഡ് ആർമീസ് ഓൾസോ occupied the resource-rich Rhineland for much of the 1920s. Many Germans held the new Weimar Republic responsible for not only the defeat in the war but the disgrace at Versailles. അപ്പം ആൾക്കാർ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ജർമ്മൻസ് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇത്രയും കുറ്റങ്ങൾ ജർമ്മനിക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്രയും നഷ്ടങ്ങൾ ജർമ്മനിക്ക് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഈ വെയ്മർ റിപ്പബ്ലിക് വന്നതുകൊണ്ടാണ്. ഈ വെയ്മർ റിപ്പബ്ലിക് ആണ് എല്ലാത്തിനും കാരണം അല്ലെ. പൈസ നഷ്ടപ്പെടാനും, ആൾക്കാരെ നഷ്ടപ്പെടാനും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ റിസോഴ്സസ് നഷ്ടപ്പെടാനും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ കോളനീസ് നഷ്ടപ്പെടാനും, അല്ലെങ്കിൽ ടെറിട്ടറീസ് നഷ്ടപ്പെടാനും ഒക്കെ കാരണം ഈ വെയ്മർ റിപ്പബ്ലിക് ആണെന്നുള്ള രീതിയിലാണ് ജനങ്ങള് പക്ഷെ മനസ്സിലാക്കിയത്. ഓക്കെ,
അപ്പോൾ വാറിന്റെ ഇഫക്ട്സുകൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നോക്കിയത്? ഈ ചാപ്റ്റർ കുറച്ച് ലെങ്തി ആണ്, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പാടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു കഥയായിട്ട് അല്ലെ, എപ്പോഴും ഹിസ്റ്ററി അല്ലെ, ഹിസ്റ്റോറിയാണ് അല്ലെ, ഹിസ്റ്റോറിയാണ്. അപ്പൊ ഒരു കഥയായിട്ട് നിങ്ങൾ ആ കഥകൾ നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, ആ കഥകളായിട്ട് നിങ്ങൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ, കഥകൾ നമ്മളോട് ആരോടും മറന്നുപോയില്ല അല്ലെ. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അല്ലെ. ആ മെയ്മൊയിലൊക്കെ കളിച്ച കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം അതുപോലെ തന്നെ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പം ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു, ജർമ്മനിക്ക് പരാജയം വന്നു അലീസിന്റെ മുമ്പില്. അപ്പം അലീസ് പറയുന്ന പീസ് ട്രീറ്റിയിൽ ജർമ്മനി ഓക്കെ ആയി. അപ്പൊ ജർമ്മനിക്ക് എല്ലാം നഷ്ടങ്ങൾ വന്നു, വാർ ഗിൽട്ട് മുഴുവൻ ജർമ്മനിക്കായി. അതിനുശേഷം ജർമ്മനിയിൽ ഒരു വെയ്മർ റിപ്പബ്ലിക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായിരുന്നു? ഈ വെയ്മർ റിപ്പബ്ലിക് കാരണമാണ് ജർമ്മനിക്ക് ഇത്രയധികം നാശങ്ങളും നഷ്ടങ്ങളും വരാനുള്ള റീസൺ എന്നാണ് ആളുകൾ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പം ഇഫക്ട്സ് ഓഫ് ദി വാർ. ആ വാറിന്റെ ശേഷം അല്ലെ, ആ യുദ്ധത്തിന് ശേഷം യുദ്ധത്തിന്റെ ഇഫക്ട്സ് എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. Okay. The war had a devastating impact on the entire continent, both psychologically and financially. അല്ലെ, സൈക്കോളജിക്കലി ആൻഡ് ഫിനാൻഷ്യലി വലിയൊരു ഇമ്പാക്ട് അല്ലെ. നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടു അല്ലെ, ജർമ്മനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പം അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഈ യുദ്ധം സമ്മാനിച്ചത്. From a continent of creditors, Europe turn into one of the debtors. അല്ലെ, വലിയൊരു ക്രെഡിറ്റിൽ നിന്നും ഡെബിറ്റ് ആയി അല്ലെ, ഡെപ്റ്റിലേക്കാണ് അവർ പോയത്. അപ്പൊ നല്ലൊരു ക്രെഡിറ്റർ ആയിട്ടുള്ള ആൾക്കാര് എന്തായാലും ഡെപ്റ്റേഴ്സ്, കടബാധ്യതയായി പോയി. Unfortunately, the infant Weimar Republic was being made to pay for the sins of the old empire. അപ്പം വെയ്മർ റിപ്പബ്ലിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി പരാജയപ്പെട്ടതിന് ശേഷമാണ് അല്ലെ വരുന്നത്. വെയ്മർ റിപ്പബ്ലിക് വരുന്നത് ജർമ്മനി പരാജയപ്പെട്ടതിന് ശേഷമാണ് അല്ലെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാശനഷ്ടങ്ങൾ അല്ലെ, ആ ഒരു പീസ് ട്രീറ്റിയിലൊക്കെ സൈൻ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി പരാജയപ്പെട്ടു. അപ്പം ജർമ്മനി പരാജയപ്പെടാനുള്ള കാരണം വെയ്മർ റിപ്പബ്ലിക് ആണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അല്ലെ. അപ്പൊ അവിടെ ഒരു യുദ്ധം നടന്നത് അവിടുത്തെ ഓൾഡ് എംപയർ അല്ലെ, അവിടെ മുന്നേ ഉണ്ടായിരുന്നല്ലേ, ആ ഒരു ഓൾഡ് എംപയർ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത് പുതിയ പുതിയ സന്ധികളിലൊക്കെ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു, എല്ലാം വിട്ടുകൊടുക്കുന്നു, എല്ലാം നഷ്ടമാക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ വെയ്മർ റിപ്പബ്ലിക് വന്നതുകൊണ്ടാണെന്നാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായിരുന്നു സംഭവം? അല്ല, ഓൾഡ് എംപയർ കാരണമുള്ളതായിരുന്നു അല്ലെ. ഓൾഡ് എംപയർ ചെയ്തിട്ടുള്ള സിൻസ് അല്ലെ, അതിനൊക്കെ പേ ചെയ്യേണ്ടി വന്നത് ആരായിരുന്നു? വെയ്മർ റിപ്പബ്ലിക് ആയിരുന്നു അല്ലെ. ഇല്ലാത്തതിന്റെ എല്ലാം പഴി കേൾക്കേണ്ടി വന്നത് വെയ്മർ റിപ്പബ്ലിക് ആയിരുന്നു അല്ലെ. The republic carried the burden of the war guilt and was financially crippled by being forced to pay compensation. അപ്പം ഈ ഒരു വെയ്മർ റിപ്പബ്ലിക് ഓൾഡ് എംപയേഴ്സ് ചെയ്തിട്ടുള്ള സിൻസ് മുഴുവൻ അവർ നന്നായിട്ട് റീപേയ്മെന്റ് ചെയ്യേണ്ടി വന്നു അല്ലെ, പേയ്മെന്റ് ചെയ്യേണ്ടി വന്നു. അപ്പം അവർ ഫിനാൻഷ്യലി ക്രിപ്പിൾഡ് ആയി അല്ലെ. ആ ഒരു ഭരണം എന്തായി? അവരുടെ കയ്യില് പൈസയൊന്നുമില്ല. മൊത്തത്തില് യുദ്ധവും പരാജയപ്പെട്ടു, സാമ്പത്തികവും എല്ലാം കയ്യിൽ നിന്ന് പോയി. Those who supported the Weimar Republic, mainly ആരായിരുന്നു ഈ വെയ്മർ റിപ്പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാര്? സോഷ്യലിസ്റ്റ്, കാത്തലിക്സ് ആൻഡ് ഡെമോക്രേറ്റ്സ് became easy target of attack in the conservative nationalist circles. അപ്പം ഈ ഒരു വെയ്മർ റിപ്പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഈ ഡെമോക്രേറ്റ്സ് അല്ലെങ്കിൽ കാത്തലിക്സ് ഇവരെയൊക്കെ, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇവരെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ഈസിയാണ്. കാരണം ഓൾറെഡി എന്താണ്, ആൾക്കാർക്ക് വെയ്മർ റിപ്പബ്ലിക് ആണ് ഇതിന്റെ ഒക്കെ ഒരു റീസൺ എന്ന് പറയുന്ന ഒരു തോട്ടാണുള്ളത്. അപ്പം ഈ വെയ്മർ റിപ്പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒതുക്കാൻ വേണ്ടിയിട്ട് പറ്റും. They were mockingly called the November criminals. അവരെ ആൾക്കാര് അവര് എല്ലാത്തിനും കാരണക്കാർ ഇവരാണ് എന്നുള്ള രീതിയിൽ ഈ വെയ്മർ റിപ്പബ്ലിക്കിന്റെ ഈ ഒരു അതോറിറ്റീനെ എന്താ വിളിച്ചത്? സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കാത്തലിക്സ് അല്ലെങ്കിൽ ഡെമോക്രേറ്റ്സിനൊക്കെ എന്താ വിളിച്ചത്? നവംബർ ക്രിമിനൽസ് എന്നാ വിളിച്ചത്. നിങ്ങൾ ആ വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കണേ. അത് നവംബറിൽ നടന്നിട്ടുള്ള, മന്ത് ഓഫ് നവംബറിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് നവംബർ റിപ്പബ്ലിക്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഓർത്ത് വെക്കണം. This mindset had a major impact on the political development on the early 1930s. അപ്പം 1930s കുറച്ച് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ഒരുപാട് വലിയൊരു ഇമ്പാക്ട് ജർമ്മനിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു
ഈ ഒരു ടാർഗറ്റ് എന്നാണ് അല്ലെ, ഈ ഒരു എന്താണ് വീമർ റിപ്പബ്ലിക്കിന്റെ മേലെ വന്നിട്ടുള്ള ഈ ഒരു എന്താണ് തെറ്റിദ്ധാരണയുടെ പുറത്താണ് 1930s ഒരുപാട് ചേഞ്ചസ് വരുന്നു. അവസാനം സെക്കൻഡ് വേൾഡ് വാർ അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. ഓക്കെ, അപ്പം എന്താ നമ്മളിപ്പോ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു, ജർമ്മനി തോറ്റുപോയി. ജർമ്മനി തോറ്റപ്പം ജർമ്മനിക്കായിരുന്നു വാർഗിൽട്ട് മുഴുവൻ. വെയ്മർ റിപ്പബ്ലിക് വന്നു. വെയ്മർ റിപ്പബ്ലിക് വന്ന സമയത്ത് എല്ലാത്തിനും അല്ലെ പീസ് ട്രീറ്റിയിലൊക്കെ എല്ലാം ജർമ്മനിയുടെ എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ ഒരുപാട് റീപേയ്മെന്റ് നടത്തേണ്ടി വന്നു. ഓൾഡ് എംപയർ ചെയ്തതിന്റെ സിൻസിന്റെ പേരില് ആര് റീപേയ്മെന്റ് ചെയ്യേണ്ടി വന്നു, ആര് പേ ചെയ്യേണ്ടി വന്നു, ആരാണ്? ഈ വെയ്മർ റിപ്പബ്ലിക് ആണ് പേ ചെയ്യേണ്ടി വന്നത്. അപ്പം ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ ഈ ഒരു വെയ്മർ റിപ്പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സോഷ്യലിസ്റ്റ്, കാത്തലിക്സ്, ഡെമോക്രാറ്റ്സിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അവരെ നമ്മൾ മോക്കിംഗ്ലി ആ സമയത്ത് വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് നവംബർ ക്രിമിനൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻസിഡൻസ് ഒക്കെയാണ് പിന്നീട് ഹിറ്റ്ലറുടെ ഒരു ഗ്രോത്തിനൊക്കെ സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, നമുക്ക് ഹിറ്റ്ലറുടെ എൻട്രി ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ ഈ ചാപ്റ്ററിൽ. ദി ഫസ്റ്റ് വേൾഡ് വാർ ലെഫ്റ്റ് എ ഡീപ് imprint on European polity. Soldiers came to be placed above civilians. അപ്പം ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു, സോൾജിയേഴ്സിനെ സിവിലിയൻസിന്റെ മേലെ പ്ലേസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സോൾജിയേഴ്സിന് എല്ലാവിധ ഒരു അതും കിട്ടുകയാണ്, ഒരു അംഗീകാരവും കിട്ടുകയാണ് ചെയ്യുന്നത്. Politicians and publicists laid great stress on the need for men to be aggressive, strong and masculine. അപ്പം ആൾക്കാര് മെൻ എന്താവണം, അഗ്രസീവ് ആയിട്ട്, സ്ട്രോങ് ആയിട്ട്, മസ്കുലൈൻ ആയിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. The media glorified trench life. First World War left European society and was that soldiers lived miserable lives in these trenches, trapped with the rats feeding on corpses. അപ്പം സോൾജിയേഴ്സിന്റെ ഒരു സിറ്റുവേഷൻ ആണ് ഫസ്റ്റ് വേൾഡ് വാറിൽ. സോൾജിയേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അല്ലെ. First World War left European society and was that soldiers lived miserable lives in these trenches, trapped with the rats feeding on corpses. They faced poisonous gas and enemy shelling and witnessed their ranks reduce rapidly. Aggressive war propaganda and national honor occupied center stage in the public sphere, while popular support grew for conservative dictatorships that had recently come into being. അപ്പം അവിടെ നടക്കുന്ന അല്ലെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഡെമോക്രസി വാസ് ഇൻഡീഡ് എ യങ് ആൻഡ് ഫ്രജൈൽ ഐഡിയ which could not survive the instabilities of ഇന്റർവാർ യൂറോപ്പ്. അപ്പം ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലെ, ഇന്ത്യ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ആ സമയത്ത് യങ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അല്ലെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെ, പെട്ടെന്ന് ഒരു വലിയൊരു ബിൽട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തൊരു കോൺസെപ്റ്റ് ആണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പം ആ യൂറോപ്പിന്റെ ആ സമയത്തുള്ള ആ ഒരു ഇന്റർവാർ ഫേസിലുള്ള യൂറോപ്പിന്റെ ആ ഒരു ഇന്റർവാർ ഫേസിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റുന്നില്ല? ഡെമോക്രസിക്ക് പറ്റുന്നില്ല. Democracy was indeed a young and fragile idea which could not survive the instabilities of interwar Europe. അപ്പം യൂറോപ്പിന്റെ ആ ഒരു പ്രശ്നത്തിന് ആ സമയത്ത് ഡെമോക്രസിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല? സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഓക്കെ, സോ ഇത്രയും കാര്യമാണ് അല്ലെ. നമ്മൾ ജർമ്മനിയെ കണ്ടു, ജർമ്മനിയുടെ അവസ്ഥ കണ്ടു അല്ലെ, ജർമ്മനിയിലെ സിറ്റുവേഷൻസ് കണ്ടു, ഒരുപാട് കാര്യങ്ങൾ അല്ലെ. ഫസ്റ്റ് വേൾഡ് വാർ എങ്ങനെയാണ്, എന്താണ്, എന്ത് ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവന്നത്. നമ്മൾ ഇതുവരെ ഹിറ്റ്ലറെ കണ്ടിട്ടില്ല അല്ലെ. ഹിറ്റ്ലർ എങ്ങനെയാണ്, ഹെൽമത്തിന്റെ ഒരു കഥ കണ്ടു അല്ലെ, അലീസ് എന്താ ചെയ്യുക, അല്ലെങ്കിൽ അലീസ് ആരായിരുന്നു എന്നൊക്കെ കണ്ടു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ചാപ്റ്റർ കുറച്ച് ലെങ്തി ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കഥ കേൾക്കുന്ന ഒരു ലാഘവത്തോട് കൂടി ഇരുന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകള്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങള്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസിഡൻസ്, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഒക്കെ നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, താങ്ക് യു. ബാക്കി കാര്യങ്ങൾ നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.